ഹായ് ഹലോ അസ്സലാമു അലൈക്കും മക്കളെ, എന്തൊക്കെയുണ്ട് വർത്താനം? കുറേ ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തോട് കാണിച്ചു എന്താണെന്ന് അറിയോ? എല്ലാവരും പറയും തോട് കാണിച്ചേരി താത്താന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഞാൻ ഈ അടുപ്പിൻ്റെ ചുറ്റുള്ള ഈ താമ്പാളത്തുമ്മേ കുറച്ച് പേപ്പർ ഒട്ടിച്ചതാണ്. പുക പിടിച്ച് കരി പിടിക്കണീനെ ഞാൻ ഒരച്ചൊരച്ചൊരച്ച് നമ്മളെ കൈ ഇങ്ങോട്ട് ആകെ ഇങ്ങോട്ട് വേദന ഉണ്ട്, ഇളകും ഇതിമ്മ കരി പിടിച്ചിട്ട്. അപ്പോൾ ഒരു താമ്പാളം അങ്ങനെ ഇരുമ്പിൻ്റെ സാധനം അങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ പേപ്പർ ഒട്ടിച്ചാൽ പിന്നെ ആ കരിയായ പേപ്പർ എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവാണ്, ഞായറാഴ്ചയാണ്, കുറേ പണിയുണ്ട് കേട്ടോ, തട്ടിക്കൊട്ടലും അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്ന് തീയൊക്കെ പിടിപ്പിച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ എന്താണെന്ന് അറിയുമോ, എല്ലാ പണിയുണ്ടാവും. അപ്പോൾ ഒന്ന് ഞാനൊരു 3 മണി വരെയുള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുവരെയുള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ. അതിൽ ഓരോ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചോറ് പിന്നെ വെച്ച് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ദോശ ചൂടാന്ന് കരുതിയത്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മളെ മൂച്ചിമ്മ ഒരു പച്ച മാങ്ങയുണ്ട്, ഒരു പഴുത്ത മാങ്ങ ഇട്ടിട്ട്. അപ്പോൾ ആ പഴുത്ത മാങ്ങ പറിച്ച് കഴിക്കണം. പിന്നെ പച്ചമാങ്ങ ഉണ്ട്, അതുകൊണ്ട് കറിയും വെക്കണം. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ പിന്നെ മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ, മത്തിൻ്റെ ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് തീയപ്പത്തേക്ക് ആ കറിയും കൂട്ടി കഴിക്കാമല്ലോ വിചാരിച്ചു. പിന്നെ പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചിയുണ്ട്. പിന്നെ എന്തെങ്കിലും മിഞ്ഞാന്നൊക്കെ ഇറച്ചിയായിരുന്നു. പിന്നെ മോളും കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അവർ പൊയ്ക്കണ്. ഇനിയിപ്പോൾ 2 ദിവസത്തിന് ഇറച്ചിയൊന്നും വേണ്ട വിചാരിച്ചത്, മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ തന്നെ മീൻ കറി വാങ്ങിക്കണം കേട്ടോ, അതിൻ്റെ ലേശം ഉണ്ട് ചായക്കടിക്ക് ഈ സീയപ്പത്തേക്ക്. പിന്നെ ഈ സീയപ്പം ചൂട് കൊടുക്കാൻ എങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ചൂട് കൊടുക്കാൻ എങ്ങനെ കട്ടൻ ചായ കൂടെ കഴിക്കണം. കുഞ്ഞാണിയാക്കാക്ക് ഈ സീയപ്പം ഇങ്ങനെ മുരിച്ച് കൊടുക്കണം, അതാണ് ഭയങ്കര ഇഷ്ടം. മുരിഞ്ഞിട്ടില്ലെങ്കിൽ പറയും മുരിഞ്ഞിട്ടില്ല, കട്ടി കൂടുതലാണ്, നല്ലോണം എത്രമാത്രം കട്ടി കുറക്കണം അത്ര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഒരു കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ, ഓള് വീഡിയോയിൽ ഇല്ല. ഒരു മാങ്ങ പറിച്ചിട്ട് പകുതി മാങ്ങ ഒക്കെ കൊടുത്ത് ഓള് നമ്മളെ വീഡിയോ എടുക്കുക കേട്ടോ, മാങ്ങ കഴിക്കണത്. ഓള് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞാണിയാക്കി ഇവിടെ മാങ്ങ കഴിക്കുന്നത്. നിങ്ങൾ ഇരിക്കി വരുത്താത്ത കുഞ്ഞാണിയാക്ക, ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അവൾക്ക് മാങ്ങ കൊടുത്തു, ഓള് കഴിക്കണുണ്ട്. പിന്നെ ഞങ്ങളെ വീഡിയോ എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിമ്മന്നൊരു വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങാക്കറിയൊക്കെ കൂട്ടി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് മാങ്ങാക്കറി ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയാം, ഉണക്കലൊക്കെ ഇട്ടിട്ട്, ഉണക്ക മാന്തൾ അതുപോലെ ഉണക്കത്താളയൊക്കെ ഇട്ടിട്ട് പിന്നെ മാങ്ങാക്കറി വെക്കാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ആ മോള് പറയാണ് കറി മാങ്ങ നല്ല പഴുത്തത് രസമുണ്ടെന്ന് ഓളിങ്ങനെ പറയണ്ടേന്ന് കേട്ടോ, നമുക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ മൂച്ചിമത്ത മാങ്ങ ഇങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആവില്ലേ നമുക്ക്, നല്ലൊരു ആനന്ദമാണ്. കാരണം നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ പറിച്ച് കഴിക്കാറുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് മാങ്ങ ഇല്ല, അപ്പോൾ ഒരു 2 മാങ്ങ ഉണ്ടായിരുന്നു, അതിലൊന്ന് കറി വെക്കാനും കൂടെ പറിച്ചു. ഏകദേശം ചോനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും പാകത്തെ പുളിയുണ്ട്. കറി വെക്കുമ്പോൾ നല്ല പുളിയായ രസമല്ല. അപ്പോൾ കുഞ്ഞാണിയാക്ക മനക്ക് വേണോ ഇനി ഇത് വേണ്ടത് കഴിച്ചോന്ന് പറയപ്പോൾ എനിക്ക് വേണ്ട അറിയാണ്. അപ്പോൾ അണ്ടിയൊക്കെ നല്ലോണം ഇങ്ങനെ കടിച്ച് കാർന്ന് കഴിക്കാനായിട്ട് ഇനി ലാസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അണ്ടി നമുക്ക് ആർക്കെങ്കിലും കുഴിച്ചിടാൻ കൊടുക്കണം. നല്ല മാവാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെന്നൊക്കെയാണ് കുഞ്ഞാണിയാക്കാരോട് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ മാങ്ങാക്കൂട്ടാൻ നമുക്ക് സാധാ ചോർക്ക്, ചക്കരി ചോർക്ക് മാങ്ങാക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് നമ്മളെ മൂച്ചിമത്ത മാങ്ങ ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി, ചെറുതല്ല അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി. മാങ്ങ നല്ല പൊടിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇങ്ങനെ പച്ചക്ക് തിന്നാൻ തന്നെ രസമാണ്, നല്ല പുളിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഒരു പാകത്തെ പുളി ആയതുകൊണ്ടേ. അപ്പോൾ ഞാൻ ഉണക്കമീൻ ഇട്ടുകൊണ്ടാണ് കറി ഉണ്ടാക്കണത്. ഇപ്പോൾ ചക്ക ഉണ്ട്, ചക്ക കുറച്ച് ഇട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുഞ്ഞാണി. അപ്പോൾ അത് മുറിച്ചുകൊണ്ട് നമ്മളെ അങ്ങിക്കാർക്കൊക്കെ കൊടുക്കണം, കമലെടുത്തി കൊടുക്കണം, പാപ്പേട്ടൻ്റെ അടുത്ത് കൊടുക്കണം, അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുറിക്കണം. അപ്പോൾ ചക്കക്കൂട്ടാനും ഉണ്ടാക്കാം, നമുക്ക് ലീവല്ല ഞായറാഴ്ച അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ കറി വെക്കാറുണ്ടോ. കുഞ്ഞാണി പറഞ്ഞാൽ നമുക്ക് ബീഫ് കൊണ്ട് കറി ഉണ്ടാക്കുക, ചക്കിക്കറിന് ബീഫ് മതി, ഇപ്പോൾ ഒരാഴ്ച ബീഫ് തിന്ന് മടുത്തിക്കണ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. മാങ്ങ പറിച്ച് ഞങ്ങൾ കറി ഉണ്ടാക്കണം. അപ്പോൾ ലാസ്റ്റ് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ കലത്തിലിട്ടുങ്ങാണ്ട് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് മുളകും പൊടി ഇട്ടുങ്ങാണ്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട് അങ്ങോട്ട് വേവിക്കുക. 2 പച്ചമുളകാണ് കീറിയിടുക എരിവിന്.
പിന്നെ മുളക് പൊടി നമ്മൾ അത്യാവശ്യത്തിന് ഇട്ടിക്കണ്. ഇനി അവിടെ അടച്ച് വെച്ച് 2 തള ഇറക്കുമ്പോൾ അത് വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നാളികേരം 2 മുള വെളുത്തുള്ളിയും നല്ല ജീരകം ഒട്ടുങ്ങാണ്ടേക്ക് അരച്ചുങ്ങാണ്ട് കറിയൊക്കെയാൽ നല്ല രസമായിക്കാരം കേട്ടോ. ഇതിക്ക് ഉണക്കൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. തള ഒരു മീനെങ്ങാനും ഉണ്ടായിരുന്നു, തളമീൻ. അപ്പോൾ എന്നോ കൊണ്ടുവന്നേന്ന് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് മീനൊന്നും വാങ്ങിയിട്ടില്ല ഉണക്കൽ. അപ്പോൾ ഉള്ള മീനൊന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതേക്കാണ്ട് ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വെച്ചങ്ങാണ്ട് 2 മിനിറ്റ് തിളക്കുമ്പോഴത്തേന് മീനും വെന്ത് നാളികേരം അരച്ച നമ്മളെ കറിയാവും. ഇനി നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം. അതുപോലെ ലീവുള്ളന്നാണ് ഞാൻ അരി ഇടിക്കല്. അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അരി ഇടിക്കണം. വൈകുന്നേരത്തിനുള്ള അരി അതൊക്കെ ഇടിച്ചൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ കുളിയുള്ളൂ കേട്ടോ. ലീവുള്ള ദിവസം ഒന്ന് കുറച്ച് വഴുകും കേട്ടോ കുളിക്കാൻ. കാരണം നമ്മളെ ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ വീട്ടിൽ അരിയും മുക്കൊക്കെ ഒന്ന് തട്ടാനും കൊട്ടാനും അടിക്കാനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് പോയാലും എന്ത് ചെയ്യും, പിന്നെ ഒരാഴ്ച കഴിയേണ്ട ലീവ് ഇട്ടണമെങ്കിൽ വിചാരിച്ച് നല്ലോണം അങ്ങോട്ട് മുക്കും മൂലൊക്കെ തട്ടിക്കൊട്ടി അടിച്ച് വാരും വേണം, തുടച്ച് ക്ലീൻ ആക്കണം. അപ്പോൾ നാളികേരമൊക്കെ അരച്ച് ഞാനൊന്ന് ചാറ് ഒന്ന് കൂട്ടി നോക്കിട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് പിന്നെ 2 കറിവേപ്പിൻ്റെ ഇല തണ്ട് കൊടുക്കാനായിട്ട് ഇട്ടുങ്ങാണ്ട് അതൊക്കെ താത്തി വെച്ച് അടച്ച് വെച്ച് 1 മണിക്കൂർ അതങ്ങനെ കിടക്കണം കേട്ടോ. അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കൂട്ടാൻ തുടങ്ങിയാൽ മതി. ചക്കക്കൂട്ടാനൊക്കെ ചോറുക്കൊക്കെ പറ്റുമേ. അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൂണ്ടി. അപ്പോൾ ഇതാ കുഞ്ഞാണിയൊക്കെ ചക്ക മുറിച്ച് കണ്ടെന്ന് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക. നേരെ വല്ലാതെ ഒന്നും വൈകിയിട്ടില്ല കേട്ടോ. കൊണ്ടുപോയി കൊടുക്കുക, അങ്ങോട്ട് മുറിച്ച് തരികയാണ്. അപ്പോൾ നല്ല ചുള ചെറുതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കയുണ്ട്. കൂട്ടാനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മാങ്ങാക്കാലം ഏകദേശം കഴിഞ്ഞു, ഈ ചക്ക തീരാനായി. ചക്ക അപ്പം മുറിച്ചുങ്ങാണ്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തുങ്ങാണ്ട് ഞാൻ അരി ഇടിക്കാൻ തോന്നിട്ടോ. അരി രാവിലെ വെള്ളത്തിലിട്ടതേന്നേ. അപ്പം ഞാൻ അരി ഇടിച്ചുങ്ങാണ്ട് അധികം ഞാൻ ഉണ്ടാക്കുക പുട്ടാണ് കേട്ടോ. പുട്ട് നമുക്ക് ഈ പുട്ടുക്ക് ഇങ്ങനെ ഇടിച്ച് ചുടുന്ന പുട്ടുക്ക് കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാത്ത തന്നെ നല്ല ടേസ്റ്റേ കാരം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉരലിൽ ഇടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ മിക്സിയിൽ പൊടിച്ച് തരിച്ച് പുട്ടിട്ടാലും മതി കേട്ടോ. ഒന്ന് ചുട്ടൊക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയില്ലേ, അതുക്കും മേലേന്ന് പറയാം നമ്മൾ ഇടിച്ചുണ്ടാക്കണ പുട്ട് അത്രക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഉരലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ഇടിച്ച് നോക്കുകൊണ്ടി. ഇടിച്ച് പുട്ടോ അപ്പമൊക്കെ ചുട്ട് തിന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പിന്നെ കഴിക്കുള്ളൂ, അല്ലാതെ കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കൂല. പിന്നെ അത് ചെറിയ ഉരലാണ്, നമുക്ക് പെട്ടെന്ന് ഇടിച്ച് പണിയെടുക്കാനൊന്നും പറ്റില്ല. ഒരു കാലം അങ്ങനെ കുത്തി വെച്ചിട്ടൊക്കെ വേണം ഇടിക്കാൻ, അല്ലെങ്കിൽ ഉരല് മറിഞ്ഞു പോകും. ഏതായാലും അരി പച്ചരി ഉള്ളേന്നു, അല്ലാത്തതൊക്കെ കഴിഞ്ഞിക്കണ്. അരി പച്ചരി ഇല്ല. അപ്പോൾ ഉള്ള അരി വെള്ളത്തിൽ ഞാൻ രാവിലെ തന്നെ ഇട്ട് അത് 2-3 മണിക്കൂർ കഴിഞ്ഞേക്ക് കഴുകി വാർന്ന് വെച്ച് ആ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉരലിലിട്ട് ഇടിക്കുക കേട്ടോ. വെള്ളത്തോടുക്കാൻ അടിച്ചാലേ ഉരലിൽ അങ്ങോട്ട് അമ്പിപ്പോവും. പിന്നെ കിട്ടുന്ന കയ്യിലും കത്തിയൊക്കെ വെച്ച് തോണ്ടി കോരി എടുക്കണം. അപ്പോൾ നമ്മൾ അരിയത്തെ വെള്ളം വലിഞ്ഞതിന് ശേഷം ഇടിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. ഞാനൊരു ദിവസം ഉണ്ടായി ഇതേമാതിരി അരി ഇടിച്ചപ്പോൾ ചെമ്പട്ടി കൊടുക്കണ ചെറിയ കുഞ്ഞു ചെമ്പട്ടി കൊടുക്കണ തട്ടിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. റബ്ബേ, എന്നിട്ട് പിന്നെ ഞാനത് ഇടിച്ചിട്ട് ആ ഉരലിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടി കുറേ ഗതി കിട്ടു. അപ്പോൾ അതേമാതിരി അബദ്ധങ്ങളൊക്കെ പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണെന്നറിയോ, പിട്ടിൻ്റെ ചില്ലടയാണ് എങ്കിൽ പോലും ഇതിൽ വലിയ തരി ചാടുന്നില്ല. പിട്ട് ചുടുമ്പോൾ എന്താണെന്നറിയോ, നല്ല വലിയ തരി ചാടിയില്ലെങ്കിൽ പിട്ടിനൊരു തരിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ ലാസ്റ്റ് അരി ഒന്നണ്ട് ഇടിച്ച് തരിക്കാതെ കടം കൂട്ടി കുഴച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ വറുത്ത് ഇടിച്ച് വെച്ചാൽ നമുക്ക് 2 ദിവസമൊക്കെ കടി ഉണ്ടാക്കാനുണ്ടാവും. 2-3 ദിവസമൊക്കെ ഉണ്ടാവും. ഓരോ കഷ്ണം പിട്ടേ തിന്നുള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.